സമൂഹ മനസാക്ഷിയെ വെല്ലുവിളിച്ച ഒരു കൊലപാതകം. കഷായത്തിൽ വിഷം കലർത്തുന്നത് എന്ത് സ്നേഹമെന്ന് മലയാളികൾ ചോദിച്ചു പോയ ചില നിമിഷങ്ങൾ. ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരുപക്ഷെ ജീവപര്യന്തം തടവിൽ ശിക്ഷ ഒതുങ്ങുമെന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷേ നീതിപീഠം ശരിയായ നിലപാടെടുത്തിരിക്കുന്നു. എന്താണ് ഇതിൽ ഗ്രീഷ്മ ചെയ്ത കുറ്റമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നീതിപീഠത്തിന് കഴിഞ്ഞിരിക്കുന്നു. ആസൂത്രിതമായി നടത്തിയ കൊലപാതകം, ഒരു പ്രകോപനവുമില്ലാതെ സ്നേഹിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന് മാത്രം ഒരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ആ ക്രിമിനൽ മൈൻഡ്, അത്തരം ക്രിമിനൽ മൈൻഡുകൾക്കുള്ള ഒരു സന്ദേശമാണ് ഈ വിധി എന്ന് പറയാം. ഒരുപക്ഷെ നേരത്തെ വിധി പ്രസ്താവത്തിനിടയിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ, സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള സന്ദേശം, അത് ജഡ്ജിയുടെ മാത്രം ഒരുപക്ഷെ നിരീക്ഷണമായിരിക്കാം. പൊതുസമൂഹത്തിന് അങ്ങനെയുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നാലും കോടതിക്ക് അത് അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ്, 22 വയസ്സുകാരിയായ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു യുവതി നാളുകൾ നീണ്ട ആസൂത്രണത്തിലൂടെ 22 വയസ്സുകാരനായ ഒരു യുവാവിനെ കൊലപ്പെടുത്തുകയാണ്. മരിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ആ ഷാരോൺ രാജിന് അറിയുന്നില്ല തന്നെ ബോധപൂർവം വിഷം തന്ന് കൊലപ്പെടുത്തുകയാണെന്നുള്ളത്. അതാണ് മരണമൊഴിയിലടക്കം ഷാരോൺ രാജ് പറഞ്ഞത്. എനിക്ക് തന്ന വിഷത്തെ കഷായത്തിൽ എന്തോ പ്രശ്നമുണ്ട്, പക്ഷേ എന്നെ അപായപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വിശ്വസിച്ച ആ ഷാരോൺ രാജിനെയാണ് വിഷം കൊടുത്ത് ഗ്രീഷ്മ കൊന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഇത് കടുത്ത വിശ്വാസവഞ്ചനയാണ്, അതിസമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയത്. ഏതൊക്കെ തരത്തിലുള്ള ചതിക്കൽ വിശ്വാസവഞ്ചനകളാണ് ഗ്രീഷ്മ നടത്തിയെന്നുള്ളതാണ്. 2022 3-ാം മാസം 4-ാം തീയതി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടക്കുന്നു മറ്റൊരു സൈനികനുമായി. അതിനുശേഷം ഗ്രീഷ്മ പറയുന്നത് ഷാരോൺ രാജുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, ഷാരോൺ രാജ് പിരിഞ്ഞു പോകണം, മാറിപ്പോകണം, ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് ഗ്രീഷ്മ പറയുന്നത്. പക്ഷെ ഒരു സാഹചര്യത്തിൽ പോലും, ഒരു മെസ്സേജിൽ പോലും ഷാരോൺ രാജിനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തെളിവുകളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗ്രീഷ്മ പറഞ്ഞത് അമ്പാടെ കള്ളമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഒരേ സമയം തന്നെ ഷാരോൺ രാജിനെയും സൈനികനെയും വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും ഈ വലിയ ശിക്ഷ തന്നെ വൈകാതെ ഉള്ള നീതി ഷാരോൺ രാജിൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. ഇത് ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടത് കോടതി തന്നെ അന്വേഷണ സംഘത്തെക്കുറിച്ച് പറഞ്ഞതാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു കേരള പോലീസിൻ്റെ അന്വേഷണ രീതികൾ. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആദ്യം മുതൽ തന്നെ നൃപൻ അന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ, ഒന്ന് ഈ കേസ് തേച്ചുമാറ്റി കളയാനും ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനും നടത്തിയ ശ്രമങ്ങൾ. 2, ഈ കേസിൽ വിഷമെന്ന് പറയുന്ന പ്രധാന തെളിവ് കണ്ടെത്താൻ ഷാരോൺ രാജിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ വൈദഗ്ധ്യത്തിലുള്ള ഇടപെടലുകളിലൂടെ ഇന്ന വിഷമാണ്, കാപ്പിക്കോ എന്ന കളനാശിനിയാണ് സ്ലോ പോയിസണിങ് രീതിയിൽ ഷാരോൺ രാജിന് കൊടുത്തതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അവിടെയാണ് ഈ കേസിൻ്റെ വിജയം ഇരിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ തേഞ്ഞുമാഞ്ഞു പോകാമായിരുന്ന കേസ് ഒരുപക്ഷെ ഗ്രീഷ്മ രക്ഷപ്പെട്ടമാക്കാമായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷനും അന്വേഷണ സംഘം നടത്തിയ മികച്ച ഇടപെടലുകൾ അത് തന്നെയാണ് ഈ കേസിൻ്റെ ഈ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടാനും ഷാരോൺ രാജിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാനും ഇടയാക്കിയത്. തീർച്ചയായും സിജു, 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യം പ്രതിഭാഗം നടത്തിയ നീക്കങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേസ് തമിഴ്നാട്ടിലേക്ക്, ക്രൈം നടന്നത് തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന വാദം അവർ ഓരോ കോടതിയും സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചു, അവസാനം സുപ്രീം കോടതി വരെ പോയി. പക്ഷേ വലിയ ചിട്ടയായ അന്വേഷണവും ഇക്കാര്യത്തിന് ശാസ്ത്രീയമായ തെളിവുകളും പ്രതിഭാഗത്തിന് എതിരായി മാറി. ഈ പ്രലോഭനം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന പ്രലോഭനത്തിൽ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള പ്രതികരണങ്ങൾ, ഈ ടോക്കുമുണ്ട്. അത് നിരവധി പ്രതികരണങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഷാരോൺ രാജിൻ്റെ കുടുംബം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം ഈ കേസിൽ ഒരു വല്ലാത്ത ആ നീതി, വളരെ വേഗത്തിൽ നീതി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട്, പ്രോസിക്യൂഷനുണ്ട്. ഏതായാലും വളരെ വിവാദമായ പാറശാല ഷാരോൺ രാജ് വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിച്ചതിന്, അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചതിനടക്കം 10 ലക്ഷം രൂപ അടക്കം പിഴവ് വിധിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരന് 3 വർഷം കഠിന തടവും വിധിച്ചിരിക്കുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകൾക്ക് മാത്രമാണ് വധശിക്ഷ വിധിക്കുന്നത്. ഈ കേസ് എങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാകുന്നു എന്ന് ചോദിച്ചാൽ 22 വയസ്സുകാരിയായ സമപ്രായക്കാരായ 2 പേർ തമ്മിൽ
പ്രണയത്തിലേർപ്പെടുന്നു. അതിൽ ഒരാളിനെ കൊലപ്പെടുത്തുകയാണ്. നീണ്ട നാളത്തെ ആസൂത്രണത്തിനൊടുവിൽ സ്ലോ പോയിസണിങ്ങിലൂടെ ഷാരോൺ രാജിനെ, പാറശാലയിലെ ഷാരോൺ രാജ് എന്ന് പറയുന്ന ആ 22 വയസ്സുകാരനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി നിരീക്ഷിച്ചത്.